നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർമ്മസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാർലം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ പൂത്തറയ്ക്കൽ പാടം പാതയോരത്ത് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മുത്തന്നൂർ ശ്രീഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. വാർത്തകൾ വിശദമായി. ചേർപ്പ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർമ്മസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ തന്നെ ഒരു മോശമില്ലാത്ത നല്ല പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ്റെ കാര്യങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന നടീൽ വസ്തുക്കൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പരമാവധി രാസവസ്തുക്കളൊന്നും ചേർക്കാതെ ജൈവ കൃഷി രീതിയിൽ തന്നെ നട്ടു വളർത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യം അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് കൂടുതൽ നമ്മൾ ഈ പദ്ധതികൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തെങ്ങിൻ തൈകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ കുരുമുളക് വള്ളി സാധാരണ നമ്മൾ കൊടുക്കാറുള്ള ഒരു സ്കീം പ്രകാരമല്ല ഇത്തവണ വന്നിട്ടുള്ളത്. 25 സെൻറ്റ് അതിൽ കൂടുതലോ 100 വള്ളിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്കീമായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അതും സൗജന്യമായിട്ടല്ല. കുരുമുളക് വള്ളി പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും ജിയോ ടാഗ് ചെയ്തുകൊണ്ട് ആണ് ഈ പ്രവൃത്തി. അതായത് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവും. നമ്മൾ മറ്റൊരു തൈകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ അതിപ്പോൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ഒരു ഫോളോ അപ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ് അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജാസ്മിൻ എം പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയലത, ശ്രുതി വിജിൽ, ശ്രുതി ശ്രീശങ്കർ, കൃഷി അസിസ്റ്റന്റ് ശ്യാമ ടി മോഹൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കർഷകർക്ക് 3 തരം തെങ്ങിൻ തൈകൾ, പച്ചക്കറി തൈകൾ, വിത്ത് പാക്കറ്റുകൾ, കുരുമുളക് വള്ളികൾ തുടങ്ങിയവ വിതരണം ചെയ്തു. പരിപാടിയിൽ 100-ൽ അധികം കർഷകർ പങ്കെടുത്തിരുന്നു. പാർലം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ പൂത്തറയ്ക്കൽ പാടം പാതയോരത്ത് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പാടത്തിൻ്റെ സൈഡ് സൗന്ദര്യവൽക്കരണം ചെയ്യണത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ നവകേരള സദസ്സിൽ നിന്ന് 50 ലക്ഷം രൂപ ഇവിടെ ടൈൽ വിരിച്ച് വൃത്തിയാക്കി ഇടാനായിട്ട് ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ 40ഓളം വരുന്ന ചെണ്ടുമല്ലി 2000 ചെണ്ടുമല്ലി തൈക്കളാണ് ഇവിടെ ഞങ്ങൾ 2 സൈഡിലും. മുൻ വർഷങ്ങളിൽ ഞങ്ങൾ ഒരു സൈഡ് മാത്രമാണ് ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ഞങ്ങൾ 2 സൈഡിലും കൂടിയാണ് ചെണ്ടുമല്ലി നടന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷങ്ങളിലായി ഓണക്കാലത്ത് വലിയ തോതിൽ ചെണ്ടുമല്ലി കൃഷി നടത്തിയിരുന്നു. ഈ വർഷം 2000 ചെണ്ടുമല്ലി തൈക്കളും സൗന്ദര്യവൽക്കരണത്തിനായി 100 ചെടികളുമാണ് നട്ടത്. കാലങ്ങളായി മാലിന്യ കൂമ്പാരമായിരുന്ന പൂത്തറയ്ക്കൽ പാടം പാതയോരം ചെണ്ടുമല്ലി കൃഷിക്ക് ശേഷം മാലിന്യത്തിന് വിട നൽകിയിരിക്കുകയാണ്. പൂത്തറയ്ക്കൽ പാടം പാതയോരം സൗന്ദര്യവൽക്കരണത്തിന് സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ ഭാഗമായി 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ്, തൊഴിലുറപ്പ് പദ്ധതി AU രേഷ്മ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച്
നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ മോഹനൻ, സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ വേണു പ്ലാക്കൽ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 5-നാണ് പ്രതിഷ്ഠാദിനം. കുഞ്ഞിക്കയിൽ കോല് പിച്ചവയ്ക്കും കാല് ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും കണ്ണീരും ആടിയിടും സൗഖ്യം നിറഞ്ഞിടും കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കും ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ചേർപ്പ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ SC/ST ജനവിഭാഗങ്ങൾക്കായി നിയമവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ക്ലാസിന് നേതൃത്വം നൽകി. ചേർപ്പ് SHO രമേഷ് C, CPO റിൻസൻ CP, ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലയങ്ങോട്ടിൽ, അൽത്താഫ് KN, അഭിലാഷ്, ജയന്തി നാരായൺ, ബാലചന്ദ്രൻ CK, വിമൽ എട്ടുമന, ശശി നെട്ടിശ്ശേരി, ജനമൈത്രി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ആദ്യം നമുക്കൊരു ധാരണ ഉണ്ടാവണ്ടേ. നമ്മളെ ഒരു 10 പേരെ നിർത്തി നമുക്ക് ഇതിനകത്ത് ഒന്നാമത് ആരാന്ന് നിശ്ചയിക്കുന്ന നേരത്ത് ഞാൻ ഒന്നാമതാവില്ല എന്ന് ധരിച്ചുകൊണ്ട് സ്വയം പിന്മാറുന്ന നമ്മളെ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ ആദ്യം മാറാൻ തയ്യാറാവണ്ടേ. എന്നിട്ടല്ലേ നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ആദ്യം നമുക്കൊരു ധാരണ ഉണ്ടാവണം, നമ്മൾ മറ്റുള്ളവർക്ക് സമമായുള്ള ആളുകളാണെന്നും അല്ലെങ്കിൽ അവർക്ക് മുന്നേ നിൽക്കേണ്ട ആളുകളാണെന്നും മറ്റാരേക്കാൾ ആദ്യം ബോധ്യം ഉണ്ടാവേണ്ടത് നമുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പരാമർശിക്കുന്നത്. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം, നമ്മളത് ഉപയോഗിക്കാൻ കൃത്യമായി തയ്യാറാവണം. അങ്ങനെ ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പതിയെ തന്നെ ഈ സംഭവം ബാക്കിയുള്ളവർക്കും കൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഈ സമൂഹത്തിനകത്ത് ഈ പറയുന്ന നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബോധ്യത്തിലുള്ള കാര്യങ്ങളെല്ലാം. ഊരകം ALP സ്കൂളിൽ വായനാ വാരാചരണം ആചരിച്ചു. വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കഥാകൃത്തും സാഹിത്യകാരനുമായ CR ദാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വായനയെക്കുറിച്ചും പുസ്തകങ്ങളെയും കുറിച്ചുള്ള ക്ലാസ് നടന്നു. സ്കൂൾ പ്രധാന അധ്യാപിക ജീനി, ടീച്ചർ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു. കേരള പ്രവാസി സംഘം പാർലം പഞ്ചായത്ത് സമ്മേളനം നടന്നു. കോടന്നൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ബഷീർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പ്രവാസി CS മോഹനൻ പതാക ഉയർത്തി. സജീവൻ മുളങ്ങിൽ അയ്യപ്പത്ത് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS ശ്രീരാജ്, ഏരിയ സെക്രട്ടറി AK നസീർ, രവീന്ദ്രൻ തെക്കൂട്ട്, VS കബീർ എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 21 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. സജീവൻ മുളങ്ങിൽ അയ്യപ്പത്ത് പ്രസിഡന്റ്, രവീന്ദ്രൻ തെക്കൂട്ട് സെക്രട്ടറി, BC സുമേഷ് ട്രഷററായും തിരഞ്ഞെടുത്തു.
നന്ദിക്കര GVHSS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ വിജയികൾക്കുള്ള സമ്മാനദാനവും ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. SSLC വിജയികൾ ഫുൾ A+ നേടിയവർ, NMMS, LSS, USS സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവർ, മികച്ച വിജയം കരസ്ഥമാക്കിയവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം EK അനൂപ് നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മെമ്പർമാരായ NM പുഷ്പാകരൻ, നന്ദിനി സതീശൻ, ശൈലജ ടീച്ചർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, MPTA പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, SMC ചെയർമാൻ സുദേവൻ CK, വികസന സമിതി സെക്രട്ടറി KK സത്യൻ, OTA പ്രസിഡന്റ് K ഉഷാദേവി, സീനിയർ അസിസ്റ്റന്റ് K ശ്രീലത, സ്റ്റാഫ് സെക്രട്ടറി സമീന തോമസ് P എന്നിവർ സംസാരിച്ചു. മൂർക്കനാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആരോഗ്യ സുരക്ഷാ പെൻഷൻ വിതരണവും നടത്തി. മുകുന്ദപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KB ശ്രീധരൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിയൻ കമ്മിറ്റി അംഗം രവീന്ദ്രൻ കണ്ണൂർ ആരോഗ്യ പെൻഷൻ വിതരണം ചെയ്തു. കരയോഗം സെക്രട്ടറി ഇൻചാർജ് ജയ സുരേന്ദ്രൻ, താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ രതീഷ്, യൂണിയൻ വനിതാ സമാജം കമ്മിറ്റി അംഗമായ നന്ദകുമാർ, കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് രജനി പ്രഭാകരൻ, കരയോഗം ട്രഷറർ സോമസുന്ദരൻ P, കരയോഗം വൈസ് പ്രസിഡന്റ് ശാന്തകുമാരി M എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളായ അംബിക മുകുന്ദൻ, കനകലത ശിവരാമൻ, സദിനി മനോഹർ, രവീന്ദ്രൻ മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി. തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് റിട്ടയർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഊരകം മാവിൻചുവട് ചുള്ളിപ്പറമ്പിൽ 64 വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത്. ഊരകം NSS കരയോഗം പ്രസിഡന്റും ഊരകം സഞ്ജീവനി സമിതി, ബാലഗോകുലം എന്നിവയുടെ കമ്മിറ്റി അംഗവുമാണ്. തിരുപ്പതിയിൽ നിന്ന് ബംഗളൂരുവിലെ മക്കളുടെ വീട്ടിലേക്ക് മടങ്ങവേ ബംഗളൂരു തിരുപ്പതി ഹൈവേയിൽ ഹോസ്കോട്ടയ്ക്ക് സമീപം ഞായറാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. കാർ ഡിവൈഡറിൽ തട്ടി നിയന്ത്രണം വിട്ടപ്പോൾ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആറാട്ടുപുഴയിലെ തറവാട്ടുവളപ്പിൽ നടന്നു. വെങ്ങിണിശ്ശേരി തേർമഠം പൊറിഞ്ചു മകൻ ആന്റണി നിര്യാതനായി. 74 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് വെങ്ങിണിശ്ശേരി സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർമ്മസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാർലം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ പൂത്തറയ്ക്കൽ പാടം പാതയോരത്ത് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മുത്തന്നൂർ ശ്രീഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.